നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ആക്ച്വലി ഞാൻ പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ദിവസം ഉണ്ടാവില്ല, ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ അനൗൺസ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഇന്നത്തെ റീഡിങ്, നിങ്ങളുടെ ജനറൽ റീഡിങ്, റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ എടുക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാനും മറന്നു. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് തന്നെ എടുക്കാം. എന്തായാലും റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരല്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ അകന്ന് മാറുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് കുറച്ച് സമയം നിങ്ങളോട് അടുപ്പം കാണിക്കുന്നുണ്ടാവും, അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു അകൽച്ച വരുന്നുണ്ടാവും. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കൊന്ന് അറിയാൻ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോയിങ് ഓൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ബിഹേവിയർ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ ആൻഡ് ഔട്ട് എനർജി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ മൂൺ കാർഡ് ഉണ്ട് ഇവിടെ, 9 of Pentacles, Empress, okay, beautiful, Page of Swords, 9 of Pentacles, okay, High Priestess. സി ഇവിടെ അവർ നിങ്ങളെ കാണുന്നത്, ഓക്കെ, വളരെയധികം ഒരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളോട്. ഓക്കെ, നിങ്ങളെ കാണുന്ന ഒരു എംപ്രസ് എന്ന ലെവലിലാണ്. എംപ്രസ് പറയുമ്പോൾ ലേഡീസ് ആണെന്ന് വിചാരിക്കുന്ന ജെൻസ് ആയാലും നിങ്ങളെ കാണുന്നത് ഒരു വളരെ റെസ്പെക്റ്റോടെ അവർ കാണുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തികളായിരിക്കാം, മേ ബി ജോലിയിലൊക്കെ അവരുടെ ബോസോ സീനിയറോ അങ്ങനെ വലുതോ ആവാം, മേ ബി കേട്ടോ, കുറച്ച് പേർക്ക്. അല്ലാത്തവർക്ക് നിങ്ങൾ തന്നെ ലൈഫിനെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴും എവിടെയോ നിങ്ങൾ വളരെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തകരുന്നുണ്ടാവും, പക്ഷെ അവരത് അറിയണില്ല, അത് വേറെ കാര്യം. ഓക്കെ, അവർ പക്ഷെ നിങ്ങളെല്ലാവരെയും പുറത്ത് നിങ്ങളെല്ലാവരോടും കാണിക്കുന്നത് നിങ്ങൾ വളരെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. അതുമാത്രമല്ല അവരുടെ ലൈഫിലും നിങ്ങൾക്ക് തരുന്നൊരു സ്ഥാനം അതാണ് അവർ. ഓക്കെ, നിങ്ങൾ വളരെ കെയറിങ് നേച്ചറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു വ്യക്തി, ഒരു ഈവൻ മാരേജ് എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. സിംഗിൾസ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളെ ഒരു നമ്മൾ പറയില്ല ഒരു മാരീഡ് എന്ന രീതിയിൽ, അതായത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന രീതിക്കൊക്കെ കാണുന്നുണ്ട്. ഒരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയോ, മേ ബി നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് പല കാര്യങ്ങളിലും. ഓക്കെ, അതിനൊക്കെ അവരൊരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു നിങ്ങളെ മേ ബി മറ്റുള്ളവരുടെ മുമ്പിൽ അധികം താണു കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടാവില്ല. ഓക്കെ, സോ എവിടെയോ നിങ്ങളുടെ ജീവിതത്തിൽ പലതും അവർ കണ്ടിട്ട് അവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ ഒരു കേപ്പബിൾ പേഴ്സൺ ആണ്, നിങ്ങൾ വളരെ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് കാണുന്നത്. ആൻഡ് എവിടെയോ ശരിക്കും പറഞ്ഞാൽ ഒരു അട്രാക്ഷൻ ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ ചിലതിനോ നമ്മൾ പറയാത്തത് പോലും ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയും, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ നിങ്ങൾ മറച്ച് സീക്രറ്റീവായിട്ട് നിങ്ങൾ വെക്കുന്നുണ്ട് എന്ന രീതിയിൽ കുറച്ച് പേർക്ക് ഇവിടെ അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്, ഭംഗി എന്നുള്ള രീതിയിൽ. അതിപ്പോൾ കാണാൻ ഭംഗി നിങ്ങൾ പറയും ഞാൻ അങ്ങനെയൊന്നുമല്ല, പക്ഷെ അവരുടെ കണ്ണിൽ നിങ്ങൾക്ക് ഭംഗിയുണ്ട്. ഓക്കെ, സോ അങ്ങനെ എടുക്കാം. സോ ഇവിടെ ആൻഡ് ഇവിടെ നിങ്ങളുടെ ഒരു ഇന്നർ നോളജ് ഉണ്ടെന്ന് അവർക്ക് തോന്നാറുണ്ട് പലപ്പോഴും. മേ ബി നിങ്ങൾ അവരെ മനസ്സ് വായിക്കുന്ന രീതിയിൽ പലപ്പോഴും നിങ്ങൾ അവരെ ഒരുപാട് അവർ പറയാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അത് നിങ്ങളോട് പറയുന്നതായിരിക്കും. ആൻഡ് എവിടെയോ ആ ഒരു ചിലപ്പോൾ സ്പിരിച്വൽ ആണ് എന്ന് കൂടി കരുതുന്നുണ്ടാവാം. നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തികളാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു റെസ്പെക്റ്റും ഉണ്ടാവും. ഓക്കെ, സോ എവിടേക്കോ അങ്ങനെയുള്ള ആ ഒരു മെയിൻലി ആ ഒരു റെസ്പെക്റ്റിൻ്റെ ഒരു എനർജിയാണ് എനിക്ക് ആദ്യം തന്നെ കിട്ടുന്നത്. റെസ്പെക്റ്റ്, അട്രാക്ഷൻ എന്ന രീതിക്കൊക്കെ നിങ്ങൾ ഓക്കെ ഇതിൽ പറഞ്ഞു വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെക്കാൾ ഒരു പടി മേലെയാണ് എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലോണം ഫൈനാൻഷ്യലി നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവാം, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പ് കൊണ്ടോ ജോലി ഇതുകൊണ്ടോ എന്തെങ്കിലും നിങ്ങൾ അവരുടെ മേലെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അവരുടെ മേലെ എന്ന് പറഞ്ഞാൽ സീനിയർ എന്നുള്ളതല്ല, നിങ്ങൾ അവരെക്കാൾ കുറച്ചുകൂടി നല്ല സ്ഥിതിയിലായിരിക്കാം. ഓക്കെ, സോ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതൊന്നും അല്ലെങ്കിൽ പോലും എവിടെയോ അവർക്കൊരു വളരെയധികം റെസ്പെക്റ്റ്, ഒരു അട്രാക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ഡ്രസ്സിങ് വളരെ ഇഷ്ടമാണെന്നുള്ള രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു. ലൈക്ക് നിങ്ങളുടെ സെൻസ് ഓഫ് ഡ്രസ്സിങ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ക്യാരി ചെയ്യുന്ന നിങ്ങളുടെ ഒരു എടുപ്പ്, മേ ബി നിങ്ങളിതൊന്നും തിരിച്ചറിയുന്നുണ്ടാവില്ല, പക്ഷെ അവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. എനിവേ, സോ ആൻഡ് ഇവിടെ നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന രീതിക്കും എനിക്ക്. സോ മേ ബി നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഏർണിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ അഗൈൻ വീണ്ടും എനിക്ക് ആ ഫൈനാൻസിൻ്റെ കാര്യങ്ങൾ കുറച്ച് വരുന്നു. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ഓക്കെ, സോ ഇവിടെ അങ്ങനത്തെ ഒരു എനർജി ഫസ്റ്റ് വരുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് അത് മാത്രമല്ല ഇവിടെ ഓക്കെ, മേ ബി അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല ഈ സിറ്റുവേഷനിൽ. അവർക്കൊരു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് ക്ലാരിറ്റി ഇല്ല.
ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളോട് അപ്രോച്ച് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അത് പക്ഷേ സ്ലോ ആണ്. അവരത്ര പെട്ടെന്ന് എടുത്തു ചാടി നിങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ കൂടുതൽ കമ്മിറ്റഡ് ആയിട്ട് വരുന്ന രീതിക്കല്ല. പക്ഷെ അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്ന രീതിക്ക് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ലോ മൂവ്മെൻ്റ് ആണ് അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, അവർ മാക്സിമം നിങ്ങളെക്കുറിച്ച് എല്ലാ ഡീറ്റെയിലും അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒന്ന് നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിരിക്കാം, പല സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനത്തെ ആയിരിക്കാം. അല്ലാത്തവർക്ക് ലൈക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ത്രൂ ആയാലും ഒക്കെ അവർ പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണ്, എന്താണ്, എവിടെയോ ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മറഞ്ഞിരിക്കുന്ന പോലെ അവർക്ക് തോന്നുന്നുണ്ട്. സോ ഓക്കെ, ഇവിടെ എനിക്ക് ഓവറോൾ എനർജി എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നത്. ഇതൊക്കെ അവരുടെ ഉള്ളിൽ, ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെ ഈ ഒരു റെസ്പെക്റ്റും ഇതും എല്ലാം ഉണ്ട്, നിങ്ങൾ നല്ലൊരു സ്ഥിതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്കും ചില കാര്യം, അതായത് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എവിടെ ഒരു അവർ പോരാ എന്ന രീതിക്ക് ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. ഒന്ന് ഞാൻ കുറച്ചുകൂടി കാണിച്ചിട്ട് ഞാൻ പറയാം ബാക്കി. ലെറ്റ്സ് സീ. Queen of Cups, see, Sun card, Queen of Swords, okay, Five of Pentacles and Hermit, okay. അവർ ആഗ്രഹിക്കുന്നത് ശരിക്കും നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റഡ് ലൈഫാണ്. ഓക്കെ, കമ്മിറ്റഡ് ആയിട്ടൊരു ഫാമിലി പോലെ വേണം എന്ന രീതിക്കൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് പേര് ഓൾറെഡി മാരീഡ് ആയിരിക്കാം, കാരണം ഇവിടെ അങ്ങനത്തെ ഒരു എനർജി എനിക്ക് വന്നിട്ടുണ്ട്. കുറച്ച് പേര് ഓൾറെഡി മാരീഡ് എന്ന രീതിയിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓക്കെ, നിങ്ങളോട് വളരെയധികം ഞാൻ പറഞ്ഞ പോലെ സ്നേഹം എന്ന രീതിക്ക് കാണുന്നുണ്ട്. പക്ഷെ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവർക്ക് ലൈഫിൽ നിങ്ങളെയാണ് അവർ ചോയ്സ് വരുന്നത്. ഓക്കെ, നിങ്ങളെയാണ് അവർ ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരുടെ ലൈഫിൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. ഒരു തേർഡ് പാർട്ടി എന്ന രീതിക്കാണ് ഇവിടെ മെയിനായിട്ട്. അതിപ്പോൾ ഫാമിലി ആവാം, അച്ഛനോ പാരൻസ് ആവാം ചിലപ്പോൾ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈക്ക് അവർ മാരീഡോ അങ്ങനത്തെ കാര്യങ്ങളോ ആണെങ്കിൽ ചിലപ്പോൾ അതും ആവാം അവരുടെ പാർട്ട്ണർ എന്ന രീതിയിൽ. സോ ഇവിടെ നിങ്ങളവരെ വളരെയധികം ക്വീൻ ഓഫ് കപ്സ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. സോ നിങ്ങളോടുള്ള സ്നേഹം അവർക്കുണ്ട്, നിങ്ങളും അങ്ങോട്ട് വളരെയധികം സ്നേഹത്തോടെ നിൽക്കുന്നതാണ്. ഇവിടെ സൺ എന്ന് പറയുമ്പോൾ അവർക്ക് പക്ഷേ ഈ ഒരു കാര്യം, ഇത് ഈ റിലേഷൻഷിപ്പ് പുറത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മൂണും ഉണ്ട്, ഇവിടെ സണ്ണും ഉണ്ട്, നിങ്ങളുടെ ഒരു ഹിഡൻ റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ആദ്യം വന്ന ഹൈ പ്രീസ്റ്റസും പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയില്ല സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത തരത്തിലായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം വരും എന്ന രീതിക്കുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടും എന്ന രീതിയിൽ ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത്. അവർക്ക് പലതും നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്. മേ ബി അവരുടെ ലൈഫ് തന്നെ നഷ്ടപ്പെടുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മൾ പറയുക സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന രീതിക്കായിരിക്കാം. ഇപ്പോൾ അവർ ഫാമിലി അറിഞ്ഞു, അവർ ഫാമിലിയിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിലും അവർ ഇപ്പോൾ ഹസ്ബൻഡ് ഓർ വൈഫ് ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ ഫൈനാൻഷ്യലി ചിലപ്പോൾ ലോസ് വന്നേക്കാം, അല്ലെങ്കിൽ അവർക്കൊരു നമ്മുടെ പറയില്ലേ ഒരു ലൈഫ് സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടേക്കാം. അവരിത്രയും കാലം ഉണ്ടാക്കിയെടുത്ത അവരുടെ ഒരു ഇതുണ്ടാവുമല്ലോ, അതെല്ലാം ചിലപ്പോൾ നഷ്ടപ്പെടും. അവരുടെ സ്ഥാനമാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആയിരിക്കാം, അങ്ങനെ പലതും അവർക്ക് നഷ്ടം വരും എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു കാര്യം ഇവിടെ മെയിനായിട്ട് വന്നത്. ഓക്കെ, നിങ്ങളോട് ഒരു താല്പര്യമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ അവർക്ക് വേറെ സിറ്റുവേഷൻ സാഹചര്യങ്ങൾ കാരണം ഇവിടെ ഹെർമിറ്റും കാണുന്നുണ്ട്. സോ എവിടെയോ അവരൊന്ന് മാറി നിൽക്കുന്ന രീതിയിലാണ്, സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുന്നു. പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഓപ്പണായിട്ട് പറയുന്നുണ്ടാവില്ല. മൂണും ഹെർമിറ്റും ഒക്കെ പറയുന്നത് എവിടെ അവർ അവനവൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് നോക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വേണം എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് കാണുന്നത്. പക്ഷേ 3 of Swords എനർജി ഉണ്ട്, ഒരു തേർഡ് പാർട്ടിയുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഈ എനർജി ഇത് കാരണമാണ് അവർ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻ ആൻഡ് ഔട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയോ നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടോ ഇതൊന്നുമല്ല, പക്ഷേ ചില തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന രീതിക്ക് അവർ ചിന്തി. അവർക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ അവർക്ക് പലതും നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ, സൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യങ്ങൾ പുറത്തു വരിക എന്നുള്ള രീതിക്ക് എടുക്കാം. സോ ഇവിടെ മറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് പലതും നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു എനർജി ഉണ്ട് ഇവിടെ. വേറെയും എന്തെങ്കിലും നോക്കാം. അവരെന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഇടയ്ക്ക് അടുപ്പം കാണിച്ച് ഇടയ്ക്ക് പുറകോട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? വൈ ഡു ദേ? Five of Wands, yes. Wheel of Fortune, 8 of Wands, ഡെത്ത് കാർഡ് വീണ്ടും വന്നു, അപ്പോഴേ കണ്ടിരുന്നു. Page of Cups. See,
നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ അവർ പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നില്ല. കർമ്മ കാർഡുണ്ട് ഇവിടെ. നിങ്ങളുടെ ഇടയിൽ തടസ്സമുണ്ട് ഡെഫിനറ്റ്ലി. ആൻഡ് ഓക്കെ, 2 കാർഡും പറയുന്നത് അവർ മാരീഡ് സിറ്റുവേഷനെ കുറിച്ചാണ്. മാരേജ് കാര്യങ്ങൾ, കുട്ടികൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അവർ പെട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, അവർ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പെട്ട് നിൽക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണെങ്കിൽ ഇതൊരു മെയിൻ റീസൺ ആണ്. ഓക്കെ, അവർ ഫാമിലി എന്നുള്ളത് ഒരു മെയിൻ റീസൺ തന്നെയാണ് ഇവിടെ. കുറച്ച് പേർക്ക് ഇവിടെ കർമ്മ കാണുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പം നിങ്ങളുടെ ഇടയിൽ കുറച്ച് പേർക്ക് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർമ്മയാണ്. ഓക്കെ, ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. പൂർവ്വജന്മ കർമ്മ എന്ന് പറഞ്ഞാൽ മേ ബി ഇത് ഞാനത് പറഞ്ഞ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുന്നറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അപ്പം നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചത് ഏതെങ്കിലും ജന്മത്തിൽ ഓക്കെ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു സമയമാണെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന വ്യക്തി ചിലപ്പോൾ നമ്മളെ അടുത്ത് മാറിയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വേദന നിങ്ങൾ മനസ്സിലാക്കും അല്ലേ. സോ അതുകൂടി പഠിപ്പിക്കാൻ ചില സമയത്ത് അങ്ങനെ കാര്യങ്ങൾ വരാറുണ്ട്. സോ ഐ ഡോണ്ട് നോ നിങ്ങൾ എത്ര പേര് ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എനിവേ ഇതിനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗിവ്നെസ് പ്രെയർ നല്ലോണം ചെയ്യുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ജന്മത്തിൽ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും നമ്മൾ വേദനിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിനോട് പറയാം. നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാർക്ക് നിങ്ങൾ മാപ്പും കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. സോ 2 കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഫോർഗിവ്നെസ് പ്രെയർ ചൊല്ലാം. ഓക്കെ, കർമ്മ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. സോ ഫോർഗിവ്നെസ് പ്രെയർ, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ളത്. ഓക്കെ, അതൊരു വ്യക്തിയെ ഓർത്തിട്ടല്ല. നിങ്ങൾ ഈ ജന്മത്ത് പൂർവ്വജന്മങ്ങളിൽ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് യൂണിവേഴ്സിനോട് പറയാം. അതുപോലെ എന്നെ വേദനിപ്പിച്ച വ്യക്തികൾ, അതിപ്പോൾ ഈ ജന്മത്തോ പൂർവ്വജന്മത്തോ എപ്പോഴോ അറിഞ്ഞോ അറിയാതെയോ അവർ ആരെങ്കിലും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് കൊടുക്കുന്നു, ഞാൻ അവരെ ക്ഷമിക്കുന്നു എന്ന് പറയാം. ഓക്കെ, സോ ഈ ഒരു 2 കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തൽക്കാലം ഓക്കെ നിങ്ങൾ ഫോർഗിവ്നെസ് പ്രെയർ നല്ലോണം ചെയ്യൂ. കർമ്മ കാണുന്നുണ്ട്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലീസായി പോട്ടെ. ഓക്കെ, സോ ഇവിടെ 5 wands കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ. സോ ഇവിടെ അഗെയിൻ 5 wands കോമ്പറ്റീഷൻ്റെ കാര്യമാണ്. അതായത് വേറെ കാര്യങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ. ഓക്കെ, നിങ്ങൾ മാത്രമല്ല അവരുടെ ലൈഫിൽ വേറെ പ്രയോറിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ ചൂസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നിങ്ങളോട് ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ ചില കാര്യങ്ങൾ അവരെ പുറകോട്ട് വലിക്കുന്നുണ്ട്. ഒന്ന് അവരുടെ ലൈഫിൽ നടക്കുന്ന പല പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വേറെ കാര്യങ്ങളിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ അത് പലതും ആവാം. ഓക്കെ, ചിലപ്പോൾ ഫാമിലിയുടെ കാര്യങ്ങളായിരിക്കാം, ഫാമിലി, മാരേജ്, എന്തും വരാമല്ലോ. ഓക്കെ, സോ അങ്ങനത്തെ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സം നിൽക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നതിൻ്റെ കർമ്മയുടെ കാര്യം തന്നെയാണ്. വീണ്ടും 2 ഒരേ കാര്യമാണ് പറയുന്നത്. സോ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കർമ്മയുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ആ കർമ്മ പ്രെയർ പ്ലീസ് നിങ്ങൾ ഫോർഗിവ്നെസ് പ്രെയർ പ്ലീസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു മാറ്റം വരും. ഓക്കെ, എനിക്ക് കാണുന്നത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വല്ല സെപ്പറേഷനൊക്കെ ആണെങ്കിൽ തന്നെ ഓക്കെ ഇവിടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഒരു മാറ്റം ഇവിടെ സംഭവിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ എടുക്കുമ്പോൾ ഒരു ചേഞ്ച് വരുന്നു എന്ന രീതിക്കും പറയാം. ഓക്കെ, സോ ഒരു ടൈം ചേഞ്ച് വരും ഇവിടെ. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു കുറച്ചുകൂടി മാറ്റങ്ങൾ സംഭവിക്കും, നല്ല മാറ്റങ്ങൾ വരും. ഇവിടെ ഒരു ഡെത്തും പറയുമ്പോഴും നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു റീബർത്ത് എന്ന രീതിക്ക് എടുക്കാം. സോ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്തെങ്കിലും അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ചുകൂടി നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. പേഴ്സൺ എങ്ങാനും വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ സൈക്കിൾ റിപ്പീറ്റ് ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതായത് വീണ്ടും അവർ കുറച്ച് അടുപ്പം കാണിക്കുക, പിന്നെ അകന്നു പോകുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ നല്ലോണം ആലോചിച്ച് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിൽക്കാം. ഓക്കെ, സോ ഇവിടെ അതൊരു കാര്യമുണ്ട്. ബട്ട് അഗെയിൻ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല, പക്ഷേ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ തടസ്സങ്ങളുണ്ട്. ഓക്കെ, എവിടെയോ അവർക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ലൈഫ് തരാൻ പറ്റില്ല എന്ന രീതിക്കൊക്കെ അവർക്കൊരു ചിന്തയുണ്ട്. മേ ബി അവർ വേറെ കമ്മിറ്റഡ് ആയതുകൊണ്ടായിരിക്കാം. സോ ഫ്യൂച്ചറിലേക്ക് അവർക്കൊരു ഹോപ്പ് തരാനൊക്കെ അതും അവർക്കൊരു ചെറിയ ടെൻഷനുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ അറ്റാച്ച്ഡ് ആകുമ്പോൾ ഓക്കെ നിങ്ങളോട് വളരെയധികം അറ്റാച്ച്മെൻ്റ് ആണ് അവർ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് അങ്ങനെ അടുക്കുമ്പോൾ അവർക്ക് ആ പേടികൾ വരികയാണ്. ആ പേടികൾ വന്നിട്ട് അവരൊന്ന് മാറിപ്പോകുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ബട്ട് വീണ്ടും വരും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ അകൽച്ചകൾ ഉണ്ടെങ്കിൽ തന്നെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് പേജ് ഓഫ് കപ്സും ഉണ്ട്, പേജ് ഓഫ് വാൻസും ഉണ്ട്. യെസ്, തീർച്ചയായിട്ടും തിരിച്ചു വരും. പക്ഷേ ഈ ഒരു കർമ്മ ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ആ പ്രെയർ നല്ലോണം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് സെക്കൻഡ് തിങ്, ഇങ്ങനത്തെ സൈക്കിൾസും പുറത്തു വരാൻ ഞാനെപ്പോഴും പറയാറുണ്ട്. ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി നിങ്ങളൊന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങളും ചെയ്യണം. എന്തായാലും ഒരു പേടികളാണ് എനിക്കിവിടെ മെയിനായിട്ട് കാണുന്നത്. നിങ്ങൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്, അതാണ് നിങ്ങളുടെ ഇടയിൽ തടസ്സങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഴ്സൺ അങ്ങ് അധികം അറ്റാച്ച്ഡ് ആവാതെ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഡെക്കൊന്നൊന്ന് എടുത്ത് നോക്കാം എന്താ വരുന്ന മെസ്സേജ്. ഓക്കെ, ലെറ്റ്സ് സീ.
kisses, love, okay, unconditionally loving, very nice. Closed off, receive, unexpected, freedom, union, and past suffering. Okay, truth expression. Okay, see ഇവിടെ പാസ്റ്റ് അഫക്റ്റിംഗ് ദ പ്രസൻറ്റ് എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഓക്കെ മറക്കാം ഞാൻ. ഒന്നാമത് ലവ് കാണുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ അൺകണ്ടീഷണൽ ലവ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്കും നിങ്ങളോട് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉണ്ട്, വളരെയധികം സ്നേഹം അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആ പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അവർ ഒന്നാമത് തുറന്ന് പറയുന്നില്ല. കാരണം അവർ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ തരുന്ന പോലെയാവും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അതിൽ കൂടുതൽ ചിലപ്പോൾ ചോദിച്ചാലോ എന്നൊക്കെ പേടിയുണ്ടാവും, അതും ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവർ ഉള്ള കാര്യങ്ങളും ചിലപ്പോൾ തുറന്നു പറയുന്നില്ല, മനസ്സിലുള്ളത്. ഇപ്പം നമ്മൾ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്താൽ പലതും നമ്മൾ ഓപ്പണായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. പക്ഷെ അവരത് പറയാൻ തയ്യാറല്ല. അവർ എവിടെയോ ഒരു അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ ക്ലോസ്ഡ് ഓഫ് ആക്കി വെക്കുകയാണ്, എല്ലാ കാര്യങ്ങളും അവരുടെ ഉള്ളിൽ വെച്ച് നടക്കുകയാണ്. ഇവിടെ റിസീവ് എന്ന് പറയുന്നുണ്ട്, ഓപ്പൺ. സോ നിങ്ങളോട് പറയുന്ന അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഓപ്പണിംഗ് അപ്പ് വരും. ഓക്കെ, അത് യെസ്, അങ്ങനെ ഒരു ഓപ്പണിംഗ് അപ്പ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. മാത്രമല്ല ഒരു ബ്ലെസ്സിങ് റിസീവ് എന്ന് പറയുന്നുണ്ട്. സോ ബ്ലെസ്സിങ് യൂണിവേഴ്സിന് വരുന്ന രീതിക്കും എനിക്ക് കാണുന്നുണ്ട്, രണ്ടും ഉണ്ട്. സോ റെഡി ആയിട്ടിരിക്കൂ. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് സ്റ്റോം കാണുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു സഡൻ മാറ്റം എന്തെങ്കിലും വന്ന് കാണാം ഓൾറെഡി, അല്ലെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു സെപ്പറേഷൻ്റെ ചെറിയൊരു എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, ആ ഒരു ഓൾറെഡി വന്ന് കാണാം, അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ട് എന്ന രീതിക്കായിരിക്കാം. പക്ഷെ അത് ആവശ്യമാണ്. ഓക്കെ, ഈ ഒരു ചില സമയത്ത് ഇങ്ങനത്തെ ഈ സ്റ്റോം, സോറി ഞാനതൊന്ന്, സോ ആ ഒരു സ്റ്റോം ചില സമയത്ത് ആവശ്യമാണ്. കാരണം അങ്ങനെ നിങ്ങൾ തമ്മിലൊന്ന് അകന്ന് നിൽക്കുമ്പോഴേ ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ ഒരു വാല്യൂ ചിലപ്പോൾ തിരിച്ചറിയുള്ളൂ. ഓക്കെ, ആക്ച്വലി അങ്ങനെ വരുമ്പോൾ ഇവിടെ കാണുന്നുണ്ട് അഗൈൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ന്യൂ സൈക്കിൾ ബിഗിനിങ് ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. അവർ തിരിച്ചു വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയാണ്. യൂണിയൻ വീണ്ടും വരുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ യൂണിയൻ എനർജി എന്തായാലും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഇവിടെ. ഓക്കെ, ആൻഡ് പാസ്റ്റ് സഫറിങ് കാണുന്നുണ്ട്. സോ ഇവിടെ മേ ബി നിങ്ങളുടെ ഇടയിൽ അഗൈൻ ഉണ്ടായ പ്രശ്നങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ ഇപ്പോഴും എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാസ്റ്റ് കുറേ കിടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെ റിലീസ് ചെയ്ത് കളയുക. ഓക്കെ, ഒന്ന് നിങ്ങൾ ആ കർമ്മ പ്രയർ ഒന്ന്, ഫർഗിവ്നെസ് പ്രയർ ഒന്ന് ചെയ്യൂ. പേഴ്സൻ്റെ ലൈഫിലും ചിലപ്പോൾ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടായി കാണാം. ഓക്കെ, അവർക്കും ചിലപ്പോൾ ചില പേടികൾ അവരുടെ ഉള്ളിലും ഉണ്ടാവാം, പാസ്റ്റിലുണ്ടായ ചില അനുഭവങ്ങൾ. ഓക്കെ, അവരുടെ ഉള്ളിലും ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവാം. സോ ഇവിടെ ട്രൂത്ത് എക്സ്പ്രഷൻ കാണുന്നുണ്ട്. ഇത് മെയിൻലി ന്യൂ പെർസ്പെക്റ്റീവ്, സീയിങ് ദ ട്രൂത്ത്, ക്ലിയർ ആക്ഷൻ, ഓണസ്റ്റി. ഓക്കെ, രണ്ട് തരത്തിലെടുക്കാം. ഒന്ന്, നിങ്ങൾക്ക് പേഴ്സൺ ഓപ്പൺ ആയിട്ട് അവർ മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്യും, ട്രൂത്ത് പറയും എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ നിങ്ങളായാലും ചില കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നതായിരിക്കും, സിറ്റുവേഷനെ പറ്റിയിട്ട്. എന്ത് തന്നെയായാലും നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ വരുന്നതായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷനൊക്കെ ഉണ്ട് ഇവിടെ എനിക്ക് കാണുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. ഇവിടെ ഐ തിങ്ക് മെയിൻ തടസ്സം നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി, അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജിയാണ് എനിക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ പേഴ്സൺ ഒരല്പം അറ്റാച്ച്ഡ് ആകുമ്പോൾ വീണ്ടും നിങ്ങളെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കുക. ആക്ച്വലി ഇവിടെ ഒരു കാർഡ് ഉണ്ടായിരുന്നു, സെൽഫ് ലവിൽ നിൽക്കൂ എന്നുള്ളത് നേരത്തെ. യെസ്, നിങ്ങൾക്കുള്ള അഡ്വൈസ്, നിങ്ങൾ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളിൽ തന്നെ നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കുക എന്നുള്ളൊരു അഡ്വൈസാണ്. ഓക്കെ, അവരങ്ങനെ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻസ് കാരണം നിങ്ങളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്സെറ്റ് ആവാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളിരിക്കുക. ഓക്കെ, ഞാൻ അന്ന് കൂടുതൽ അഡ്വൈസിലേക്കൊന്നും പോകുന്നില്ല, കുറച്ചെങ്കിൽ പിന്നെ പറയാം. ഐ മീൻ ബാക്കി റീഡിങ്സിൽ പറയാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.